വാണിജ്യ സിലിണ്ടറുകളുടെ വില കുത്തനെ ഉയർത്തിയിരിക്കുന്നു. ഇപ്പോൾ സിലിണ്ടറിന്റെ വില ഈ സാഹചര്യത്തിൽ 2000 പിന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നും വില കൂടി. എങ്ങനെയാണ് ഇനി മാനേജ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ അടുപ്പിലേക്ക് മാറിയതുകൊണ്ട് അടച്ചിടാതെ തുറന്ന് പ്രവർത്തിക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതായിരുന്നു നമ്മുടെ മെനു. ഒരു 100-150ഓളം ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇപ്പം ചുരുക്കിയിട്ട് നമ്മൾ ബോർഡ് കാണുന്ന 10-20 ഐറ്റംസിലേക്ക് മാത്രം മാറ്റിയിട്ടാണ്. ഇപ്പോൾ ചോറ് പാടെ നിർത്തി, ബിരിയാണി മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ എല്ലാ ഐറ്റംസും ഒക്കെ കുറച്ചിട്ട് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. വരുമാനം കുറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമല്ല, സ്റ്റാഫിനൊക്കെ ശമ്പളം കൊടുക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് ഉള്ളത്. അപ്പോൾ അവർക്ക് കാര്യങ്ങൾ അറിയാം. നമ്മൾ കൂടെ നിൽക്കുന്ന സ്റ്റാഫ് ആയതുകൊണ്ട് മനസ്സിലാക്കി കൂടെ നിൽക്കുന്നു. പെട്ടെന്ന് തന്നെ ശരിയാവുന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. പാചകവാതക ക്ഷാമം തന്നെ ഒരു വലിയ പ്രതിസന്ധിയായിരിക്കായിരുന്നു. ഇപ്പോൾ ദാ വില കൂടുന്നു. ആകെ പ്രശ്നത്തിലേക്കാണല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും സദ്യ മുഴുവനും വിറകിലേക്ക് വരികയാണ്. ഇപ്പോൾ വിറകിൽ വരുമ്പോൾ പാചക ഗ്യാസ് ഉപയോഗിച്ച് ചെയ്തുകൊണ്ടിരുന്നവർക്ക് ഒരു സ്വസ്ഥതയില്ലായ്മ വന്നിട്ടുണ്ട്. പാചകവാതകം ഇങ്ങനെ വില കയറി പോയാൽ എങ്ങനെ നിൽക്കുമെന്ന് നോക്കാം. അതിലൂടെ എല്ലാ മെറ്റീരിയൽസിൻ്റെയും വില കൂടി വരും. വിറകിൻ്റെ വിലയും ദൈനംദിനം റാക്കറ്റ് പോലെ അത് കുതിച്ചു വരികയാണ്. പിന്നെ നല്ല വിറവ് കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പച്ചവിറകുകളാണ് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും അതൊരു വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നിങ്ങൾ സർവൈവ് ചെയ്യുക എന്നുള്ളതാണ്